കൊച്ചിയിൽ ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ പോലീസ് ഇന്ന് പാർലർ ഉടമ ലീന മരിയ പോളിന്റെ മൊഴിയെടുക്കും. ഇന്നലെ ജീവനക്കാരുടെ മൊഴിയെടുത്ത പോലീസ് ലീനയോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഇന്ന് വിപുലീകരിക്കും. അതേസമയം അക്രമം നടത്തിയ യുവാക്കളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതം ആക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, അന്വേഷണം ഏത് നിലയിൽ പുരോഗമിക്കുന്നു? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ജോർജറ്റ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ബ്യൂട്ടി പാർലർ ഉടമ ലീന മരിയ പോളിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തണം എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനായി അവരോട് ഹാജരാകാൻ വേണ്ടി പോലീസ് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിന് പുറത്തുള്ള ലീന മരിയ പോൾ നിലവിൽ കേരളത്തിലെത്തിയിട്ടുണ്ട്, സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒടുവിലായി അറിയാൻ കഴിഞ്ഞ വിവരം. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെയും ലീന മരിയ പോളിന്റെയും സൗകര്യങ്ങൾ അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ലീന മരിയ പോളിൽ നിന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് അറിയേണ്ടത്. കാരണം ഈ ബ്യൂട്ടി പാർലറിന് നേരെ അക്രമം ഉണ്ടായ സാഹചര്യത്തിൽ അവർ പോലീസിനോട് പറഞ്ഞത്, ഫോൺ വഴി പറഞ്ഞത്, ഒരാഴ്ച മുമ്പ് തനിക്ക് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം വന്നിരുന്നു, അതുമായി ബന്ധപ്പെട്ടൊരു പരാതിയും പോലീസിന് നൽകിയിരുന്നു. അതിന്റെ വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഒരു അക്രമം സാധ്യത എന്ന് ലീന മരിയ പോൾ പോലീസിനെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അക്രമം നടത്തിയതിന് പിന്നിൽ ആ സംഭവവുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, അതിനു മുൻപോ അതിനു ശേഷമോ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളോ മറ്റോ വന്നിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലീന മരിയ പോളിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ഇതുകൂടാതെ ലീന മരിയ പോളും വിവിധ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടയാളാണ്, നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചെന്നൈ പോലീസ് ലീന മരിയ പോളിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. ലീന മരിയ പോളിനോടൊപ്പം ലീന മരിയ പോളിന്റെ സുഹൃത്തായ സുകേഷ് ചന്ദ്രശേഖറും ഇത്തരത്തിൽ രണ്ടുപേരും ചേർന്ന് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പോലീസിൽ കേസ് ഉള്ളതാണ്. മാത്രമല്ല, ഈ സുകേഷ് ചന്ദ്രശേഖർ നിലവിൽ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഇവർ ഒരുമിച്ച് ചേർന്ന് വിവിധ തട്ടിപ്പുകൾ നടത്തിയതായി പോലീസിന് വിവരമുണ്ട്. ഇവർ സുഹൃത്തുക്കളായിരുന്നെങ്കിലും പിന്നീട് ഇവർ തമ്മിൽ തെറ്റിയതായും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇനി സുകേഷ് ചന്ദ്രശേഖറിന്റെ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതും പോലീസിന് അറിയേണ്ടതുണ്ട്. കാരണം ഇരുവരും ചേർന്ന് ഹവാല ഇടപാടുകളാണ് നടത്തിയത്. ഈ സുകേഷ് ചന്ദ്രശേഖരന്റെ ഹവാല റാക്കറ്റ് കൊച്ചിയിലും സജീവമാണ് എന്ന് പോലീസിന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽപ്പെട്ട ആ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ ഇന്നലെ ബൈക്കിൽ വന്ന് വെടിയുതിർത്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് അറിയേണ്ടതുണ്ട്. ഇതുകൂടാതെ ഈ രവി പൂജാര എന്ന അധോലോക നായകന്റെ പേരിൽ ഒരു ഫോൺ കോൾ വരികയും ഇന്നലെ അക്രമം നടന്ന ശേഷം രവി പൂജാരയുടെ പേര് ഹിന്ദിയിൽ എഴുതിക്കൊണ്ടുള്ള ഒരു കുറിപ്പ് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു. അതും ഏറെ ദുരൂഹത ഉണർത്തുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഇട്ടതാണോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഈ രവി പൂജാരയുമായി ബന്ധമുള്ളവരാണോ അതോ സുകേഷ് ചന്ദ്രശേഖരുമായി ബന്ധമുള്ളവരാണോ ഈ അക്രമത്തിന് പിന്നിൽ എന്നുള്ളതിന്റെ ഏകദേശ സൂചന ഈ ലീന മരിയ പോളിൽ നിന്ന് മൊഴിയെടുക്കുന്നതോടെ പോലീസിന് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴി എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരുടെയും തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും എല്ലാം മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇനി ഈ അക്രമം നടത്തിയ യുവാക്കളെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതും പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. നിലവിൽ അവരുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ കൈവശമുള്ളത്. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം ഇന്നലെ തന്നെ തുടങ്ങിയിരിക്കുന്നത്. ഇന്നും അത്തരത്തിലുള്ള അന്വേഷണം വളരെ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഈ കേസിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്ത് അന്വേഷണ സംഘം വിപുലീകരിക്കാനും ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരിക്കും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം രൂപീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് അധികം വൈകാതെ തന്നെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവരുടെ നേതൃത്വത്തിലൊരു യോഗം ചേരാൻ സാധ്യതയുണ്ട്. യോഗം ചേർന്ന ശേഷമായിരിക്കും അന്വേഷണം ഏത് രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ച് തീരുമാനിക്കുക. ഒപ്പം അന്വേഷണ സംഘം വിപുലീകരിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനവും ഇവരുടെ മൊഴി എവിടെ വെച്ച് രേഖപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജോർജറ്റ്, ഉമേഷ്, ഇതുപോലെ അധോലോക ബന്ധമൊക്കെ ഈ ദുരൂഹതയായി തുടരുമ്പോഴും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകളിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. എയർ ഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പാണോ ഉണ്ടായത് എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ പോലീസ് ശാസ്ത്രീയമായ പരിശോധനയും നടത്തി. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ? സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല ജോർജറ്റ്. എങ്കിലും ഈ സൂചിപ്പിച്ചതുപോലെ എയർ ഗണ്ണോ അത്തരത്തിൽ സിനിമയിലോ മറ്റും ഉപയോഗിക്കുന്നത് പോലുള്ള തോക്കാണ് എന്നുള്ള സംശയം പോലീസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെയും അതിന്റെ ഗൗരവം പോലീസ് ഒട്ടും കുറച്ചു കാണുന്നില്ല. കാരണം പട്ടാപ്പകൽ നഗരമധ്യത്തിൽ ഇത്തരത്തിൽ രണ്ടുപേർ വന്ന് വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. എന്തിന് അത്തരത്തിലൊരു സംഭവം നടത്തി? ഒരുപക്ഷെ ആരെയും അപായപ്പെടുത്തണം അല്ലെങ്കിൽ വധിക്കുക എന്നുള്ള ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും ഭീഷണിപ്പെടുത്തുക, മുന്നറിയിപ്പ് നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്.
അത് ഈ നഗരമധ്യത്തിൽ പട്ടാപ്പകൽ അവർക്ക് സാധ്യമാവുകയും ചെയ്തു. അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് എടുത്തിട്ടുള്ളത്. അതിന്റെ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഈ പ്രതികളെ കിട്ടുക തന്നെ വേണം. ഒപ്പം ലീന മരിയ പോളിന്റെ മൊഴി എടുക്കുകയും വേണം. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഇതിന്റെ ശാസ്ത്രീയമായ പരിശോധനാ ഫലം അധികം വൈകാതെ തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിലെ ബ്യൂട്ടി പാർലറിൽ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അന്വേഷണ സംഘം വിപുലീകരിക്കുന്നു. ഒപ്പം തന്നെ പാർലർ ഉടമയെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യുകയും മൊഴി ശേഖരിക്കുകയും ചെയ്യും. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡറുകൾ മടങ്ങി. സ്ത്രീ വേഷം മാറ്റണമെന്ന പോലീസ് ആവശ്യം നിരാകരിച്ചതോടെയാണ് മടക്കം. 4 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ദർശനം ഉപേക്ഷിച്ച ട്രാൻസ്ജെൻഡേഴ്സ് കോട്ടയത്തേക്കാണ് മടങ്ങിയത്. റഫേൽ യുദ്ധവിമാന കരാറിൽ കേന്ദ്രത്തിന് ക്ലീൻ ചിറ്റ് ലഭിച്ചെങ്കിലും ബി.ജെ.പി. സർക്കാർ ഇപ്പോഴും പ്രതിസന്ധിയിലാണ്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ 2 ഭാഗങ്ങൾ കോടതി തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന കേന്ദ്രത്തിന്റെ വാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. വിധി പറഞ്ഞ 3-അംഗ ബെഞ്ചിലെ ജസ്റ്റിസുമാർക്ക് എങ്ങനെയാണ് ഒരേ വരി തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ബി.ജെ.പിക്ക് ആകെയുള്ള ആശ്വാസം റഫേൽ വിധിയായിരുന്നു. എന്നാൽ റഫേൽ വിമാന വിലയുടെ വിശദാംശങ്ങൾ CAGക്ക് കൈമാറിയെന്നും റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചെന്നും PAC പരിശോധിച്ചുമെന്നുള്ള വിധിയിലെ വാചകം ആയുധമാക്കി പ്രതിപക്ഷം രംഗത്ത് വന്നതോടെ ബി.ജെ.പി. പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സീൽ ചെയ്ത കവറിൽ നൽകിയ വിധി പ്രസ്താവത്തിലെ വിധിയിൽ പിഴവുണ്ടെന്ന ബി.ജെ.പിയുടെ വാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. അടുത്ത മാസം 2-ന് തിരുത്തൽ അപേക്ഷ കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ 2 ഭാഗങ്ങൾ കോടതി തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. എന്നാൽ 3 ജസ്റ്റിസുമാർ ബെഞ്ചിലുണ്ടായിട്ടും എല്ലാവർക്കും എങ്ങനെയാണ് ഒരേ വരി തെറ്റിപ്പോയതെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചോദിച്ചു. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലിൽ അഴിമതി കാട്ടിയ റഫേൽ കരാറിന്റെ സത്യാവസ്ഥ പുറത്തുവരണമെങ്കിൽ JPC അന്വേഷണം അനിവാര്യമാണെന്ന് CPM ആവശ്യപ്പെട്ടു. കേസിൽ കേന്ദ്രം സുപ്രീം കോടതിയെ കബളിപ്പിച്ചു എന്നുള്ള പ്രതിപക്ഷ ആരോപണം ശക്തമായതോടെയാണ് കേന്ദ്രം സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധിതരായത്. കോടതിയെ കബളിപ്പിച്ചതാണെന്ന് ജസ്റ്റിസുമാർക്ക് മനസ്സിലായ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന പ്രഹരം അതിതീവ്രമായിരിക്കുമെന്നാണ് അഭിഭാഷകർ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയപരമായും BJP ആടിയുലയും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന്. ഹൈക്കമാൻഡ് താൽപര്യപ്രകാരം താമ്രധ്വജ് സാഹുവിനെ മുഖ്യമന്ത്രിയാക്കാൻ കഴിഞ്ഞ ദിവസം ധാരണയായിരുന്നു. എന്നാൽ മറ്റു നേതാക്കൾ എതിർത്തതോടെയാണ് തീരുമാനം ഇന്നത്തേക്ക് നീട്ടിയത്. 12 മണിക്ക് നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. തിങ്കളാഴ്ച വൈകുന്നേരം 4:30-നായിരിക്കും സത്യപ്രതിജ്ഞ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം താമ്രധ്വജ് സാഹുവിന് നൽകാനായിരുന്നു ധാരണ. എന്നാൽ തീരുമാനത്തിന് തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നുകേട്ട ഭൂപേഷ് ബഘേൽ, TS സിംഗ്ദേവ്, ചരൺദാസ് മഹന്ത് എന്നിവർ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചു. സാഹുവിനെ മുഖ്യമന്ത്രിയാക്കിയുള്ള യാതൊരു ഫോർമുലയ്ക്കും തയ്യാറല്ല എന്നായിരുന്നു നേതാക്കളുടെ നിലപാട്. തുടർന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നത്തേക്ക് മാറ്റിവെക്കാൻ കോൺഗ്രസ് നിർബന്ധിതമായത്. ഇന്നലെ മാറ്റിവെച്ച നിയമസഭാ കക്ഷി യോഗവും ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം. ഈ യോഗത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം ഛത്തീസ്ഗഡിലും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെയുണ്ടാകും. വൈകുന്നേരം 4:30-നാണ് സത്യപ്രതിജ്ഞ. ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു നേരത്തെ കോൺഗ്രസിന്റെ ആലോചന. എന്നാൽ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനായിരുന്നു ഗവർണറുടെ അനുമതി. ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും രാജ്യത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം വിലയിരുത്തും. നരേന്ദ്രമോദി സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും. യോഗം ഇന്ന് അവസാനിക്കും. ഫാസിസത്തിനും വർഗീയതയുടെ തിട്ടൂരങ്ങൾക്കും കലാകാരന്മാർ വഴങ്ങരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കലാരംഗത്തും സാഹിത്യരംഗത്തുമുള്ള സ്വാതന്ത്ര്യം ഇത്രമേൽ പരിമിതപ്പെട്ട സമയം രാജ്യത്ത് വേറെയില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ദില്ലിയിൽ ഗുരു ഗോപിനാഥ് പ്രഥമ ദേശീയ നാട്യ പുരസ്കാരം പത്മഭൂഷൺ ഡോക്ടർ കനക് റലേയ്ക്ക് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്ത്യൻ നടനകലയുടെ അനശ്വര പ്രതിഭ ഡോക്ടർ ഗുരു ഗോപിനാഥിന്റെ സ്മരണാർത്ഥം കേരള സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ ദേശീയ നാട്യ പുരസ്കാരം ദില്ലിയിൽ മുഖ്യമന്ത്രി നർത്തകി പത്മഭൂഷൺ കനക് റലേയ്ക്ക് സമ്മാനിച്ചു. പ്രശസ്ത നൃത്ത പ്രതിഭകളായ മല്ലിക സാരാഭായി, നവതേജ് സിംഗ് ജോഹർ എന്നിവർ അധ്യക്ഷരായ സമിതിയാണ് പ്രഥമ ദേശീയ പുരസ്കാര ജേതാവിനെ നിർണയിച്ചത്. കലാരംഗത്തെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുകയാണ് ഫാസിസ്റ്റ് ശക്തികളെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ഇത്തരം നീക്കങ്ങൾക്കെതിരെ കലാകാരന്മാർ പ്രതികരിക്കണമെന്ന് വ്യക്തമാക്കി. കല പ്രതിരോധമാവേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മൂലധനവും വർഗീയ രാഷ്ട്രീയവും ചേർന്ന് നടത്തുന്ന ഇത്തരം
മതേതര ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ തുറന്നു കാട്ടാനുള്ള ചുമതല കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കുമുണ്ട്. കാരണം കല നിശബ്ദമാകുന്നിടത്ത് ഫാസിസം വേരുപിടിക്കും. തനിക്ക് ചുറ്റുമുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കുന്ന കലാകാരന്മാർ, എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ നമ്മുടെ രാജ്യത്ത് വേട്ടയാടപ്പെടുകയാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ, ഗുരുഗോപിനാഥ് നടനഗ്രാമം വൈസ് ചെയർമാൻ KC വിക്രമൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാടകകൃത്ത് ഓംചേരി NN പിള്ളയുടെ ആകസ്മികമെന്ന ഓർമ്മക്കുറിപ്പുകളും മുഖ്യമന്ത്രി മറ്റൊരു ചടങ്ങിൽ വെച്ച് ദില്ലിയിൽ പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളത്തിന്റെ പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് UNDP റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. UNDP നേതൃത്വത്തിൽ വിദഗ്ധർ പങ്കെടുത്ത ശില്പശാല കോഴിക്കോട് നടന്നു. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ നിർമ്മാണം, ഭൂമിയുടെ ഘടന എന്നിവയാണ് പരിശോധിക്കുന്നത്. അഭിപ്രായങ്ങൾ നവകേരള സൃഷ്ടിക്കായി പ്രയോജനപ്പെടുത്തുമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ പറഞ്ഞു. കേരളത്തിലെ പ്രളയവും തുടർന്നുണ്ടായ നഷ്ടവും ഐക്യരാഷ്ട്രസഭയടക്കം വിവിധ ഏജൻസികൾ പ്രാഥമികമായി വിലയിരുത്തിയിരുന്നു. മാറുന്ന കാലാവസ്ഥയ്ക്കൊപ്പം കേരളം ഇനി സ്വീകരിക്കേണ്ട മുൻകരുതലുകളാണ് UNDP നേതൃത്വത്തിലുള്ള പാനൽ ചർച്ച ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന ഭൂമിയുടെ സ്വഭാവം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം, അപകട സാധ്യതകൾ എന്നിവ വിദഗ്ധർ പരിശോധിക്കും. UNDP ഡൽഹി റീജിയണൽ ഡയറക്ടർ മനീഷ് മോഹൻദാസ്. അപ്പോൾ ഈ റൗണ്ട് ടേബിൾസ് നമ്മൾ ഉദ്ദേശിച്ചു വരുന്നത് ഇങ്ങനത്തെ ചർച്ചകൾ എൻകറേജ് ചെയ്യാനും ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വേണ്ടി വരുന്ന ടെക്നിക്കൽ എക്സ്പെർട്ടീസ് നമ്മൾ ഒരേ ഒരു ഫോറത്തിൽ കൊണ്ടുവരാനുള്ള എഫേർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രളയത്തിൽ വീടുകൾ തകർന്നതിലൂടെ 5400 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. ഇത് ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതാണെന്ന് ചർച്ചയിൽ അഭിപ്രായമുയർന്നു. നവകേരള നിർമ്മാണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് സഹായകമാകുമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ പറഞ്ഞു. വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാത്ത വിധം നമ്മുടെ കേരളത്തെ എങ്ങനെയാണ് പുനർനിർമ്മിക്കുക എന്നത് സംബന്ധിച്ചിട്ടുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. വിദഗ്ധരായ ആളുകൾ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി അഭിപ്രായങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ സാഹചര്യത്തെക്കുറിച്ച് പഠിക്കാൻ 17-ന് തിരുവനന്തപുരത്ത് UNDPയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ഇതിനുശേഷം വിശദമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥിയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച ബന്ധുക്കൾ കൊലപാതകമാണെന്ന് സംശയിക്കുന്നതിനാൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ബംഗളൂരു പോലീസിൽ പരാതി നൽകി. കണ്ണൂർ കീഴാറ്റൂർ സ്വദേശി അർജുൻ പ്രഭാകർ മരിച്ചതായി വെള്ളിയാഴ്ച രാത്രിയാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. വാഹനാപകടത്തിൽ മരിച്ചുവെന്നായിരുന്നു ബംഗളൂരു പോലീസ് അറിയിച്ചത്. മൃതശരീരത്തിൽ അസ്വാഭാവികമായ മുറിവുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കൊലപാതകമാണെന്ന സംശയമുണ്ടായത്. ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡിപ്ലോമ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. സീനിയർ വിദ്യാർത്ഥികളുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മരിക്കുന്നതിന് കുറച്ച് ദിവസം മുൻപ് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ അർജുൻ പരാതി നൽകിയിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹം ഇപ്പോൾ ബംഗളൂരു യലഹങ്ക ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ശബരിമലയിൽ നടവരവിലും പ്രസാദ വിതരണത്തിലും വർധനവുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാർ. ചില മാധ്യമങ്ങളും സംഘടനകളും നടത്തുന്ന നുണപ്രചരണങ്ങൾ ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളെയും ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്നിധാനത്ത് വിളിച്ചു ചേർത്ത വകുപ്പ് തല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു A പത്മകുമാർ. മണ്ഡലകാലം ആരംഭിച്ച് ഒരു മാസമായതിന്റെ പശ്ചാത്തലത്തിലാണ് സന്നിധാനത്ത് ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാറിന്റെ നേതൃത്വത്തിൽ വകുപ്പുതല യോഗം ചേർന്നത്. മകരവിളക്കുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇനി മുതൽ എല്ലാ ദിവസവും വകുപ്പുദ്യോഗസ്ഥരുടെ യോഗം ചേരാനും തീരുമാനമായി. സന്നിധാനത്തെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചില മാധ്യമങ്ങളും സംഘടനകളും തെറ്റായ പ്രചരണം നടത്തുന്നു എന്ന യോഗത്തിന് ശേഷം ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാർ പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ബോർഡിന് കീഴിലുള്ള മറ്റ് ക്ഷേത്രങ്ങളെയും ബാധിക്കും. എന്നാൽ നുണപ്രചരണങ്ങൾ വകവയ്ക്കാതെ ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ശബരിമലയിൽ ഇപ്രാവശ്യം ഈ പ്രചരണത്തിന്റെ ഭാഗമായി ഒരു നയാ പൈസ പോലും ലഭിച്ചില്ലെങ്കിലും കേരളത്തിലെ 1258 ക്ഷേത്രങ്ങളെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ഫണ്ട് മാറ്റിവെക്കും എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഉണ്ട് ഇവിടെ കേരളത്തിൽ. ആ ഗവൺമെന്റ് ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു സംശയവുമില്ല. ശബരിമലയിൽ നിലവിലെ സാഹചര്യത്തിൽ നടവരവിലും പ്രസാദ വിതരണത്തിലും വർധനവുണ്ട്. എന്നാൽ നുണപ്രചരണങ്ങൾ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്നിധാനത്ത് തിരക്കുണ്ടാക്കുകയല്ല, മറിച്ച് സൗകര്യങ്ങൾ ഒരുക്കി തിരക്കില്ലാതെ അയ്യപ്പനെ കാണാൻ സംവിധാനമൊരുക്കുകയാണ് ബോർഡും സർക്കാരും ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകോവിലിന് മുന്നിൽ ക്യാമറകൾക്കും മൊബൈൽ ഫോണുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും. ശ്രീകോവിലിന്റെ ഉള്ളിലെ അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ ചിത്രങ്ങൾ വരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.
നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജനുവരി 1 നടക്കുന്ന വനിതാ മതിലിൽ പ്രവാസി സമൂഹത്തിന്റെ പിന്തുണയും ഐക്യദാർഢ്യവും വേണമെന്ന് CPIM നേതാവും മുൻ MP-യുമായ AN കൃഷ്ണദാസ്. ദുബൈയിൽ കൈരളി പീപ്പിൾ ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരളം സൃഷ്ടിക്കാൻ പ്രവാസി മലയാളികൾ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണെന്നും AN കൃഷ്ണദാസ് പറഞ്ഞു. പ്രവാസി മലയാളികളുടെ ക്ഷേമത്തിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ പ്രവാസ ലോകത്തെ പരക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ടെന്ന് NN കൃഷ്ണദാസ് പറഞ്ഞു. ദുബായിൽ കൈരളി പീപ്പിൾ TV വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവാസികളായ മലയാളികളുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി നിരവധിയായ പുതിയ പദ്ധതികൾക്കാണ് ആവിഷ്കാരം നൽകിയിട്ടുള്ളത്. ലോകത്തെ പ്രവാസി ജീവിതം നയിക്കുന്ന എല്ലാ മലയാളികളെയും ഒരു കുടക്കീഴിലെത്തിച്ച് അവരെ കേരളത്തിന്റെ പുരോഗതിയിലും വളർച്ചയിലും പങ്കാളികളാക്കുന്നതിന് വേണ്ടിയായിരുന്നു ലോക കേരള സഭയ്ക്ക് തന്നെ കേരള ഗവൺമെന്റ് മുൻകൈയെടുത്തത്. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ലോക കേരള സഭയുടെ ഒരു സെഷൻ ഗൾഫിൽ തന്നെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ആലോചിക്കുന്നതായി ഞാൻ അറിഞ്ഞു. അതും ഗവൺമെന്റ് വലിയ തോതിലാണ് പരിശ്രമിക്കുന്നത്. ഇപ്പോ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രളയത്തിനായിരുന്നു പോയ മാസങ്ങളിൽ നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. വലിയ തകർച്ച അതിന്റെ ഭാഗമായി കേരളത്തിനുണ്ടായിരുന്നു. എന്നാൽ കേരള സർക്കാർ പ്രളയാനന്തരം കേരളത്തെ സമ്പൂർണമായും നവകേരളമാക്കി പുതുക്കി പണിയുന്നതിന് വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പ്രവാസ ജീവിതം നയിക്കുന്ന ഗൾഫ് നാടുകളിലെ മലയാളികൾ യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ കേരളത്തെ ഉയർത്തിയെടുക്കാൻ നൽകിയ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും പ്രത്യേകം നന്ദി അറിയിക്കുന്നതാണ് അവരെ അഭിവാദ്യം ചെയ്യുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഒരുക്കുന്ന വനിതാ മതിൽ വിജയിപ്പിക്കാൻ പ്രവാസ ലോകത്തെ സ്ത്രീ സമൂഹത്തിന്റെ ഐക്യദാർഢ്യവും പിന്തുണയും വേണമെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് നവോത്ഥാന മൂല്യങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് സ്ത്രീ സമൂഹത്തെ കൂടി ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഉൽപ്പതിഷ്ണുക്കളായ കേരളത്തിലെ സ്ത്രീ സമൂഹം മുഴുവൻ ഉയർത്തെഴുന്നേറ്റ് ഈ വനിതാ മതിൽ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. ഞാൻ അഭ്യർത്ഥിക്കുന്നത് CPIM-ന് വേണ്ടിയും കേരളത്തിലെ പുരോഗമന ആശയഗതിക്കാർക്ക് വേണ്ടിയും അഭ്യർത്ഥിക്കുന്നത് ഇവിടെ നിന്നും ഈ ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാനും മതിലിൽ അണിചേരാനും സാധിക്കുന്ന സഹോദരിമാർ എല്ലാവരും വരുന്നതിന് വേണ്ടി ശ്രമിക്കണം. വരാൻ സാധിക്കാത്ത സഹോദരിമാരും ഇവിടെ ഇരുന്ന് ഈ ചരിത്ര മുഹൂർത്തത്തിന് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും കൊടുത്ത് കേരളത്തിൻ്റെ യശസ് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാനുള്ള ഈ പരിശ്രമത്തിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയും മാനസികമായ എല്ലാ പ്രോത്സാഹനവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഭാഗ്യാന്വേഷികളെ തേടി ബേബി വാക്കറിൽ യുവാവ് പിച്ചവെക്കുന്നു. കൊല്ലം ചവറ മടപ്പള്ളി സ്വദേശി പേക്കാത്തറ ഭദ്രന്റെയും ശ്യാമളയുടെയും മകൻ ശ്യാംരാജാണ് തന്റെ ഭിന്നശേഷിയെ തോൽപ്പിച്ച് സ്വന്തം ചികിത്സയ്ക്കുള്ള വക തേടുന്നത്. ഇദ്ദേഹമാണ് ഭാഗ്യാന്വേഷികളെ ബേബി വാക്കറിൽ തിരയുന്ന ശ്യാംരാജ്. കാരുണ്യ ലോട്ടറി വിൽക്കും, പക്ഷേ ആരുടെയും കാരുണ്യം തേടുന്നില്ല. ഭാഗ്യക്കുറിയിൽ വിശ്വാസമുള്ളവരെയാണ് ശ്യാംരാജിന് ഇഷ്ടം. ഒരു ദിവസം 15 കിലോമീറ്ററോളം നടക്കും. ഇടയ്ക്ക് പെട്ടി തുറന്ന് മുഖം മെരുക്കും. ഒന്നിരിക്കാൻ ബേബി വാക്കറിൽ ഇരിപ്പിടവുമുണ്ട്. പക്ഷേ തളർന്നിരിക്കാൻ ശ്യാം തയ്യാറല്ല. ലോട്ട് കച്ചവടത്ത് പോകണ്ടെന്നുണ്ട് 2 ദിവസം പിടിച്ചില്ല. രാവിലെ ഓരമ്പാന്ന് പറഞ്ഞു വെളുപ്പിന് ഞാനും പോരും. വെളുപ്പിന് എന്നിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ 1000-1500 അതെന്റെ കാര്യത്തെ. 5 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് BA-ക്ക് പഠിക്കുന്നതിനിടെ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് വർഷങ്ങളോളം കിടപ്പിലായിരുന്നു. ശിഷ്ടകാലം ആർക്കും ഒരു ബാധ്യതയാകാൻ ശ്യാംരാജ് തയ്യാറല്ല. തുടർന്നാണ് ഭാഗ്യക്കുറി കച്ചവടത്തെ ആശ്രയിച്ചത്. നമുക്ക് ഒന്നും തോറ്റു കൊടുക്കില്ലല്ലോ. അതുകൊള്ളവർക്ക് അതുകൊള്ളവർക്ക് അതുക്കും നമുക്ക് അസുഖമൊന്നുമില്ല. അതങ്ങ് ചിന്തിച്ചാൽ മാത്രം മതി. നമ്മൾ കച്ചവടം അതൊന്നും നമ്മളെ തോപ്പിക്കാൻ ഒരു ഇതുമില്ല. തിരിച്ച് നമ്മൾ നേരെ നിൽക്കും. തനിക്ക് വേണ്ടുന്നത് സഹതാപമല്ല, തന്നെ വിശ്വസിക്കുക. അതാണ് ശ്യാംരാജ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യം. ചവറയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.
മോഹിനിയാട്ടം നർത്തകി മേതിൽ ദേവികയുടെ നൃത്ത ഡോക്യുമെന്ററി തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചു. സർപ്പതത്വം എന്ന മോഹിനിയാട്ടത്തിന്റെ നൃത്ത ഡോക്യുമെന്ററിയാണ് പ്രദർശിപ്പിച്ചത്. രാജേഷ് കടമ്പയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഗൃഹോപകരണ വിതരണ രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ നവീകരിച്ച ഷോറൂം കോട്ടയം നാഗമ്പടത്ത് പ്രവർത്തനം തുടങ്ങി. കോട്ടയം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ PR സോന ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ സൂരജ് പിട്ടാപ്പള്ളിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. പിട്ടാപ്പള്ളിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിൽ, ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പള്ളിൽ, കിരൺ വർഗീസ്, ജനറൽ മാനേജർ AJ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി പിട്ടാപ്പള്ളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിൽ അറിയിച്ചു.